മെന്നെ വെച്ചുകൊണ്ട് പോവാവോ? ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അമ്പ്രൂണിന് ബസ്സിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒന്നും നോക്കിയില്ല, വേഗം ഇറങ്ങി പുറപ്പെട്ടു. അധിക ദൂരത്തേക്കൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ അടുത്ത് മാവേലിക്കര വരെ. ഡിസ്റ്റൻസ് നെവർ മാറ്റേഴ്സ് ബട്ട് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അങ്ങനെ ഞാനും അബ്രോണും വേഗം കുളിച്ച് റെഡിയായി മാവേലിക്കരയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പ് വരെ പപ്പയും ഞങ്ങളോട് ആദ്യമായിട്ടാണ് അബ്രോൺ ബസ്സിൽ കയറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയാണ് ബസ്സിൽ തൊടണം, ബസ്സിൻ്റെ ഉൾഭാഗം എങ്ങനെ, ഇതൊക്കെ കാണാനായിട്ട് ആൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടിയാണ് ബസ് സ്റ്റോപ്പിലെത്തിയത്. പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറയട്ടെ, ബസ് സ്റ്റോപ്പിൽ വളരെയധികം നേരം നിൽക്കേണ്ടി വന്നു. കുറേ സമയം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കിനും ആളുടെ ക്ഷമ നശിച്ചു. വരുന്ന ഓരോ ബസ്സിനും കൈ കാണിക്കുന്നു, ബസ്സുകാർ നിർത്തുന്നു, പോകുന്നു. ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും ബസ് നോക്കി നിന്നു. കണ്ടില്ലേ അബ്രോൺ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ നോക്കിയിരുന്ന നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും അബ്രോണും പപ്പയോട് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ ബസ്സിലേക്ക് കയറി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മാവേലിക്കരയിലേക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഏതോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ലഭിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചെറിയൊരു മഴച്ചാറ്റൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നു. പക്ഷെ ബസ്സിലേക്ക് കയറിയപ്പോഴത്തേക്കിനും മഴ നല്ല ശക്തിയായിട്ട് തുടങ്ങി. പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ബസ്സിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് തന്നെ അബ്രോണിന് എതിരെ വരുന്ന വണ്ടികളൊക്കെ കാണാനും എല്ലാ വണ്ടികളും എക്സ്പീരിയൻസ് ചെയ്യാനും ബസ്സിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ അടുത്ത് കാണാനും ഒക്കെ പറ്റി. കയറി ഉടനെ തന്നെ ക്യൂരിയോസിറ്റി വളരെ കൂടുതലുള്ള ബേബി ആയതുകൊണ്ട് തന്നെ ഡ്രൈവറിനോട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒട്ടും തന്നെ തിരക്കൊന്നും കൊണ്ട് അബ്രോണിൻ്റെ ഫസ്റ്റ് ബസ് ജേണി വളരെ സ്വസ്ഥതയോടുകൂടി ആസ്വദിച്ച് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കോടതി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് എത്തിയത്. ഒത്തിരിയേറെ ഓർമ്മകളുള്ളൊരു ബസ് സ്റ്റോപ്പാണിത്. പണ്ട് ബിഷപ്പ്മോർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗൗരിയം കാത്ത് ഇവിടെ നിന്നതും കൃത്യസമയത്ത് കോളേജിൽ എത്തിക്കൊണ്ടിരുന്ന ഞാൻ ഗൗരിയം കാത്ത് നിന്നതുകൊണ്ട് തന്നെയും അവളെ കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ട് തന്നെയും വളരെ സമയം വൈകി കോളേജിലെത്തിയതും ഒക്കെ ഈ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഓർക്കുകയുണ്ടായി. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഡെസ്റ്റിനേഷനായ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോഴേക്കും അബ്രോൺ കൂടുതൽ എക്സൈറ്റഡ് ആയി. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. യെസ്, ബസ് സ്റ്റോപ്പ് മുഴുവൻ നിറയെ ബസ്സുകളായിരുന്നു, പല സ്ഥലത്തേക്കുള്ള ബസ്സുകൾ. അത്രയും ബസ്സുകൾ ഒന്നിച്ച് കണ്ടപ്പോഴേക്കും അബ്രോൺ വളരെയേറെ എക്സൈറ്റഡ് ആയി. കണ്ടോ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഈ വീഡിയോയിലെ ബസ്സുകളൊക്കെ കണ്ടിട്ട് ആളുടെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ മാവേലിക്കര ബസ് സ്റ്റാൻഡിലെത്തി. ആക്ച്വലി ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. മാവേലിക്കര ബസ് സ്റ്റാൻഡ് അല്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പരുമലപ്പള്ളിയാണ്. അങ്ങനെ മാവേലിക്കരയിൽ വർക്ക് ചെയ്യുന്ന എബിനചാജിനെ വിളിച്ചുകൊണ്ട് വേണം നമുക്ക് പരുമലപ്പള്ളിയിലേക്ക് പോകാൻ. അബ്രോൺ ബസ്സിൽ വരുന്നെന്നുള്ള കാര്യം എബിനചാച്ചൻ അറിയില്ല. അതൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മാവേലിക്കര എത്തി. റോഡെല്ലാം ക്രോസ് ചെയ്ത് ആ കാണുന്ന വിസ്മണിയില്ലേ, യൂണിമണി, അവിടെയാണ് എബിനചാച്ചൻ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നേരെ യൂണിമണിയുടെ ഓഫീസിലേക്ക് ചെന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അബ്രോണിനെ കണ്ടതും ആൾ ഒത്തിരി സർപ്രൈസ്ഡ് ആയി. എന്നാൽ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബസ് ജേണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും നിങ്ങൾ ഇതുപോലെ നൽകിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ജേണീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.